ഉറപ്പല്ല ഓൺഫുട്ട് വന്നോ അറിയത്തില്ല, ഓൺഫുട്ട് വന്ന് ഇറങ്ങി അറിയത്തില്ല, അതാ ചോദിച്ചത്. ഇല്ല ആരുമില്ല, ഇപ്പോഴത്തെ ഇതിൽ ആരുമില്ല, ഞാൻ ആരെയും കാണുന്നില്ല. കൊമ്പനാണത്, കൊമ്പന വിടത്തില്ല ഇവിടെ, അവിടെ കിടന്ന് ഓടിക്കളിച്ചില്ല ഇവന് ഇവിടെ കിടന്ന് ഓടുക നെക്കി പിടിച്ചു. അമ്മമാര് ഇവിടുന്ന് അൾട്രോൺ വീണോ? മൈക്കില്ലേ, മൈക്ക് ഡെഡ് ആവുന്ന എന്റെ മൈൻഡിലുണ്ടായിരുന്നു. അവൻ അങ്ങനെ ചോദിച്ചോണ്ടാ ഞാൻ പൊക്കോളാൻ പറഞ്ഞു. ഓക്കെ, TJ ഡയറക്റ്റ് തന്നെ അവരുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് തന്നെ ഡേവിസിലോട്ട് വന്നിരിക്കുകയാണ്. ഒന്നും നോക്കിയിട്ടില്ല, അവർ ഡയറക്റ്റ് നേരെ വന്ന് ഡേവിസിലെ അവരുടെ ഏതോ ഒരു പ്ലാൻ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് TJയുടെ വക നേരെ ഡയറക്റ്റ് വരിക. അവർ നേരെ വണ്ടി ആ ഒരു ഏരിയയിലോട്ട് കൊണ്ടുവന്ന് ലോക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. TJയുടെ വണ്ടികൾക്ക് ഒരു സ്പ്രേ വരുന്നുണ്ട്, അവർ പല ആംഗിളുകളിൽ ഹോൾഡ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. ജോസൂട്ടി ഡൊമിനിക്കൊക്കെയാണ് ഈ വണ്ടിയിലുള്ളത്. അഖിൽ ജോർഡൻ സേവർ ആ ഒരു വണ്ടിയിലുമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റാവു, വിഴാം ആൻഡ് മാലിക്. ഒരു കാര്യം, ഞാൻ പ്ലെയർ ബിപ്പ് ഒന്ന് തൽക്കാലം ഓഫ് ചെയ്യട്ടെ, കുറച്ച് കഴിഞ്ഞ് നമുക്ക് പ്ലെയർ ബിപ്പ് ഓണാക്കാം. ഓക്കെ, ഡൊമിനിക് ഇവിടെ ബൈ ഫുഡ് ഇറങ്ങി ഇവിടുന്ന് ഓടിപ്പോകുന്നുണ്ട് സോണിലോട്ട്, ആരും കാണാതെയാണെന്ന് തോന്നുന്നു. ബട്ട് ഡൊമിനിക് ഇൻഫോ എടുക്കാൻ വേണ്ടി പോവുകയാണെന്ന് തോന്നുന്നു. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൊമിനിക്കിന്റെ മാത്രം അവരവിടെ ഇറക്കി വിട്ടിട്ടുണ്ട്. സർപ്രൈസ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡൊമിനിക് ഇവിടെ നിൽക്കുന്നതെന്ന് തോന്നുന്നു. എന്തോ റേഡിക്കോൾ കൊടുക്കുന്നുണ്ടല്ലോ, എന്തോ ടാക്സി എന്താ നടക്കുന്നത് ഞാൻ നോക്കിയില്ല. ഡേവിസ് ഷോർട്ടർ ഫ്രീ വേ അല്ല, KV കിടക്കുന്നത്. ഓക്കെ, ഡൊമിനിക് ഇവിടെ സോൺ എൻട്രി എടുക്കുന്നുണ്ട്. ഡൊമിനിക്ക് കയറുന്ന ആരും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഡൊമിനിക്ക് ഇവിടെ സോൺ എൻട്രി എടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ തന്നെ ആരാണത്, റോബ് ലൂച്ചി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ TJയുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ജോസൂട്ടി, കൊച്ചുകുഞ്ഞ്, അതേപോലെ അവരുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഈ ഒരു ഏരിയയിട്ടുണ്ട്. നമ്മുടെ റിവഞ്ചിന്റെ അടുക്കലോട്ട് വരാനാണ് അവർ വരുന്നത് ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു. ഹോക്കി അവിടെ സ്പോട്ടിട്ടുണ്ട്. റിവഞ്ച് അവിടെ എണീറ്റ് നിന്ന് അടിക്കുന്നുണ്ട് ജോസൂട്ടിനെ. ഹോക്കിനെയും അവിടെ തിരിച്ചടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു ബിൽഡിംഗ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ട്രൈ ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, TJയുടെ പ്ലേയേഴ്സ് എല്ലാം ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട്. അവർ റിവഞ്ചിന്റെ മേളിൽ കയറി അടിക്കുന്നുണ്ട്. സേവർ റിവഞ്ച് ഡൗൺ ആകാനുള്ള ചാൻസ് വളരെ അധികമാണ്. റിവഞ്ച് താഴോട്ട് ജമ്പ് ചെയ്തിട്ടുണ്ട്. റിവഞ്ച് അവിടെ നിന്ന് താഴോട്ട് ജമ്പ് ചെയ്തിട്ടുണ്ട്. മേളിലോട്ട് അവർ വന്നിട്ടുണ്ട്. വീണ്ടും റിവഞ്ചിന് നല്ല ഫയറിംഗ് വരുന്നുണ്ട്. റിവഞ്ച് ഡൗൺ ആവത്തില്ലേ നമുക്കറിയത്തില്ല. ഹോക്കി കൊമ്പനെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. കൊമ്പനോടെ മേളിൽ കയറി ഹോക്കിനെ പിക്ക് ഓഫ് ചെയ്തു. ഓക്കെ, KVയുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഈ ഒരു ഏരിയയിൽ വന്ന് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവര് ഈ ഒരു ഏരിയയിൽ വന്നിറങ്ങിയിട്ടുണ്ട്. കാറിൽ ഇവിടെ നിന്ന് നല്ല രീതിയിൽ സ്പ്രേ ചെയ്യുന്നുണ്ട് അവരെ. ഓക്കെ, കാറിലോ എടുക്കലോട്ട് പുഷ് വരുന്നുണ്ട്. മുകളിലോട്ടുള്ള ആ ഒരു ബിൽഡിങ്ങിലോട്ടാണ് പുഷ് വരുന്നത്. KVയുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. TJ ഇവിടുന്ന് ഫോൾ ബാക്ക് ചെയ്യാനുള്ള ശ്രമമാണ്. കൊമ്പൻ ആ ഒരു ആംഗിൾ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കൊമ്പൻ അവർ നല്ല രീതിയിൽ സ്പ്രേ ചെയ്യുന്നുണ്ട് അവരെല്ലാവരും. കാറിലോടെ ജോഡക്സ് സ്പീക്കറെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ജോഡക്സ് സ്പീക്കർ ഡൗൺ. ജോഡക്സ് സ്പീക്കർ ചത്തയല്ലേ? അവൻ ചത്തല്ലോ. ഡ്രാഗ് ചെയ്ത് അവന് ഡ്രാഗി മറ്റേ ഡില പോയി അവൻ ഡിലേ ഉള്ളതുകൊണ്ടാ, മനസ്സിലായോ? അഖിൽ ജോഡ് ലിറ്ററലി ലോ ആണ്. അഖിൽ ജോഡ് അവിടെ ചാവറുള്ള അഖിൽ ജോഡ് അവിടെ വണ്ടി ഇടിച്ച് ജോസൂട്ടി കൊന്നിരിക്കുകയാണ്. അഖിൽ ജോഡിനെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ വിസാമിനെ അവിടെ എല്ലാവരും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. കൊമ്പൻ അവിടെ മുകളിലാണ് കളിക്കുന്നതെന്ന് തോന്നുന്നു. നല്ല രീതിയിലുള്ള സ്പ്രേ ആണ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അഖിൽ ജോഡ് ഡൗൺ ആണ്. എന്ത് പറ്റി? അല്ല, അഖിൽ ജോഡ് ഡൗൺ അല്ല. ഡൗൺ വണ്ടി ഇടിച്ച് ചത്ത് ഡൗണായി. ഓക്കെ, റോബ് ലൂച്ചി ഇവിടെ നിന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ കൊമ്പൻ അതിന്റെ മേളിൽ അവിടെ ഇരിക്കുകയാണ്. ഇവിടെ സേവർ ഇവിടെ താഴെ നിന്ന് കളിക്കുകയാണെന്ന് തോന്നുന്നു. KVയുടെ പ്ലേയേഴ്സ് മുകളിൽ നിന്ന് നല്ല രീതിയിൽ സ്പ്രേ ചെയ്യുന്നുണ്ട്. കാർലോ ഈ ഒരു ആംഗിൾ എടുത്ത് നല്ല രീതിയിൽ കവർ കൊടുക്കുന്നുണ്ട്. നല്ല കിടില കവറാണ് കാർലോ കളിക്കുന്നത്. പൊസിഷൻ ഹിറ്റ്മാൻ അവിടെ വണ്ടിയുടെ കവറിൽ നല്ല കിടിലമായിട്ട് കളിക്കുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ലോബ് ലൂച്ചി ഇവിടുന്ന് കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കൊമ്പൻ ഇവിടുന്ന് സ്പ്രേ ചെയ്യാൻ നോക്കുന്നുണ്ട്. കൊമ്പന് നല്ല രീതിയിൽ ടാഗ് വരുന്നുണ്ട്. എല്ലാവരുടെയും കയ്യിൽ നിന്ന് വാസ്കോ നല്ല രീതിയിൽ കൊമ്പന് ടാഗ് കൊടുത്തോണ്ടിരിക്കുകയാണ്.
മൈക്കി ഡൗൺ ആയി. മൈക്കി ഇവിടെ ഡൗൺ ആയിട്ടുണ്ട്. DJ ഡൊമിനിക് ഈ ഒരു ബിൽഡിംഗ് കയറിയിട്ടുണ്ട്. അൾട്രോൺ അവിടെ കൊമ്പനെ പിക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഓ മൈ ഗോഡ്, നൈസ്. അൾട്രോണിന്റെ വളരെ നൈസ് ഒരു പിക്ക്. കൊമ്പൻ ഡൗൺ ആയിരിക്കുകയാണ്. കെവിയുടെ 2 പ്ലേയേഴ്സ് ഡൗൺ ആയ സമയത്ത് TJയുടെ 3 പ്ലേയേഴ്സിനെ അവർക്ക് തിരിച്ച് ട്രേഡ് ഓഫ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ലൊരു അഗ്രസീവ് പുഷ്. എല്ലാ സൈഡിൽ നിന്നും അവർ നല്ല രീതിയിൽ അഗ്രസീവായിട്ട് പുഷ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തിരിച്ചും അവർ അഗ്രസീവായിട്ട് തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കെവിയുടെ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ ബിൽഡിംഗിൽ ഡൊമിനിക്, അതേപോലെ തന്നെ താഴെ റാവു കളിക്കുന്നുണ്ട്. കാർലോയുടെ മേളിൽ കയറി വന്ന് ഡൊമിനിക്കിനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ ടാഗ് കൊടുക്കുന്നുണ്ട് ഡൊമിനിക്കിന്. ഡൊമിനിക് അവിടെ ഡൗൺ ആവുമോ? ഇല്ല, കാർലോ അവിടെ ഫോൾ ബാക്ക് ചെയ്തിരിക്കുകയാണ്. റാവു അവിടെ കാർലോനെ പുഷ് ചെയ്ത് വരുന്നുണ്ട്. കാർലോ അവിടെ ഹീൽ ചെയ്യുന്നുണ്ട്. റാവു നേരെ കാർലോയുടെ നേരെ വരുന്നത്. വണ്ടി എടുത്ത് പോകുന്ന ഒരു ഗ്യാപ്പ് അവിടെ കാർലോക്ക് കിട്ടിയിരിക്കുകയാണ്. കാർലോ അവിടെ വണ്ടി എടുത്ത് ആ ഒരു ഏരിയയിൽ നിന്ന് പോയിരിക്കുകയാണ്. നല്ലൊരു പ്ലേ ഫ്രം കാർലോ. നല്ലൊരു ബാക്ക് സ്റ്റാബ്. ആരും എക്സ്പെക്ട് ചെയ്യാതെ തന്നെ ഡൊമിനിക്കിന്റെ ഷീൽഡ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ നല്ലൊരു പുഷ് ആയിരുന്നു അവിടെ കെവിയുടെ സൈഡിൽ നിന്ന്. ടീച്ചറുടെ സൈഡിൽ നമുക്ക് ഡൊമിനിക് ഡൗൺ. അതെന്താണ് അവിടെ കണ്ടേ? എന്താണ് അത് കണ്ടേ? സിംഗിൾ അറ്റാക്കോ? അത് പൊളി. അത് വിഷയം. അത് കിടിലൊരു സാധനമായിരുന്നു. 3 പേര് ഒരുമിച്ച് നിന്ന് അവിടെ ഡൊമിനിക് ചാടിയത് മാത്രമേ ഡൊമിനിക്ക് ഓർമ്മയുള്ളൂ. അവരെ താഴെ നിന്ന് വാരിയെടുത്തോണ്ട് നമ്മുടെ ടർഫിന്റെ സ്ക്രിപ്റ്റ് പോയിരിക്കുകയാണ്. എടാ കിടില കളി. നല്ലൊരു അഗ്രസീവ് പുഷ് ഫ്രം TGA, നല്ലൊരു കൗണ്ടർ ഡിഫൻസ് ഫ്രം KVA. നല്ല കിടിലം ഒരു ടർഫാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. TJയുടെ പ്ലേയേഴ്സ് കറന്റ് സ്പ്ലിറ്റഡ് ആയിട്ടാണ് കളിക്കുന്നത്. TJ മാലിക് ഈ ഒരു ജനറേറ്ററിന്റെ പുറകെ കളിക്കുന്നുണ്ട്. പ്ലേയേഴ്സ് നോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. നല്ല രീതിയിൽ സ്പ്രേ വരുന്നുണ്ട്. സേവർ ഇവിടെ ആ ഒരു ബിൽഡിംഗ് വണ്ടിയിൽ ആ ഒരു ഏരിയയിൽ നിന്ന് കളിക്കുന്നുണ്ട്. അതേപോലെ TJയുടെ പ്ലേയേഴ്സ് എല്ലാവരും ഈ ഒരു ഏരിയയിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറന്റ് 1 2 3 4 5 6 7 പ്ലേയേഴ്സ് നമുക്ക് സ്പോട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ TJയുടെ എത്ര പ്ലേയേഴ്സ് അച്ഛത്തെ? നമുക്കിവിടെ ഒരാളെ മിസ്സായിട്ടുണ്ടോ? അൾട്രോൺ, കൊമ്പൻ, ഡൊമിനിക്, മൈക്ക്, അഖിൽ ജോഡ്, ജോഡക്സ് PK. കൊമ്പൻ ഹോക്കിനെ പിക്ക് ഓഫ് ചെയ്തു. ഹോക്കി. അപ്പം ഹോക്കി ഡൗൺ, ഹോക്കി, മൈക്കി ഡൗൺ. അത്രേ ഉള്ളൂ. ഹോക്കി, മൈക്കി കെവിയുടെ സൈഡിൽ നിന്നും. TJയുടെ 4 പ്ലേയേഴ്സാണ് ഡൗൺ ആയിരിക്കുന്നത്. സോ 8 പ്ലേയേഴ്സ് TJക്ക് ബാക്കി ഉണ്ടാവണം. വേറെ പോണാകാം. ഓക്കെ, സോണ് ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. ലോങ് റൊട്ടേഷനാണ് നമ്മൾ കാണുന്നതെന്ന് തോന്നുന്നു. കാർലോയുടെ വക കിടിലം ഒരു എന്താ പറയുക, ഒരു 1 man ആർമി പോലെയാണ് ഇന്ന് കാർലോ കളിച്ചത്. ആ കളി നല്ല കിടിലമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അത് വിഷയം കളിയായിരുന്നു. പുള്ളി റൊട്ടേറ്റ് ചെയ്ത് ബാക്ക് പോയി ഒറ്റയ്ക്ക് ആ ഒരു ഫിയർലെസ് ഗെയിം നമുക്ക് പഴയ ഒരു കാർലോനെ കാണാൻ നമുക്കിന്ന് സാധിച്ചിട്ടുണ്ട്. നല്ലൊരു ഇമ്പാക്ട് ഫ്രം എല്ലാ പ്ലേയേഴ്സിൻ്റെ സൈഡിൽ നല്ലൊരു ഇമ്പാക്റ്റ് ആണ് നമുക്കിവിടെ കാണാൻ സാധിച്ചിരുന്നത്. TJ സേവിയർ ഇപ്പോഴും ഇതിൻ്റെ താഴെ ഉണ്ട്. അവർ ഫുഡ് സ്റ്റെപ്സ് നോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. മേ ബി നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോട്ട് ചെയ്തില്ലെങ്കിൽ സേവിയറിന് അവിടെ നല്ലൊരു ഇമ്പാക്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ആ ഒരു സ്പോട്ട് റിവീൽ ആവാത്ത പക്ഷം. പക്ഷേ 3 പേർ മുകളിലുണ്ട്. ഫുഡ് സ്റ്റെപ്സ് അവർക്ക് കേൾക്കാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. യെസ്. അപ്പോൾ അവർ ഓൾറെഡി ആ ഒരു TJ ഈ ഒരു ബിൽഡിംഗ് എടുത്തിരിക്കുകയാണ്. ഈ ഒരു ഹൈറ്റുള്ള ബിൽഡിംഗ് ആണ് അവർ എടുത്തിരിക്കുന്നത്. അവിടെ മെഗാമാളിന്റെ മുകളിലുള്ളവരടിക്കുന്നത്. റോബ് ലൂച്ചിക്ക് നല്ലൊരു ടാഗാണ് വന്നിരിക്കുന്നത്. റോബ് ലൂച്ചി അവിടെ കവർ കയറി. കാർലോ ഇവിടെ ഈ ഒരു ഏരിയയിൽ വന്ന് കവർ കൊടുക്കാനാണെന്ന് തോന്നുന്നു. കാർലോ വീണ്ടും അവിടെ വിസാമിനെ അടിക്കാനാണെന്ന് തോന്നുന്നു വരുന്നത്. വിഴാമിനെ അടിക്കാനെന്ന് തോന്നുന്നു വരുന്നത്. നല്ലൊരു സ്പ്രേ മുകളിലേക്ക് കൊടുത്തു. അവിടെ നല്ലൊരു ടാഗ് കൊടുത്തു. കാർലോയുടെ നേരെ അവർ ആർഡർ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാർലോ ആ ഒരു പൊസിഷൻ കാർലോയുടെ റിവീൽ ആവും. ഓക്കെ, കാർലോ അവിടെ വണ്ടി എടുത്ത് മാറിയിരിക്കുകയാണ്. നൈസ്. വീണ്ടും അവിടെ പോയി ഒരു എന്താ പറയുക, ഒരു പോക്ക് കൊടുത്തിട്ട് കാർലോ അവിടുന്ന് നൈസായിട്ട് വണ്ടി എടുത്ത് മാറിയിരിക്കുകയാണ്. ഓ, ഇവിടെ വാസ്കോ അവിടെ സേവിയറിനെ പിക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. സേവിയർ ഡൗൺ. സേവിയറിനെയും TJക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സേവിയറിനെ അവർ എടുക്കാതെ പോയി. അത് വളരെ ഇതായി പോയെന്ന് തോന്നുന്നു, മണ്ടത്തരമായി പോയി. സേവിയറിനെ അവരവിടെ വിട്ടുകൊടുത്തിട്ട് പോയി. സേവിയറിന്റെ പിക്കും KVA കൺഫേം ചെയ്തിരിക്കുകയാണ്. ആ ഒരു പണ്ടത്തെ KVAയുടെ ഒരു അഗ്രഷൻ നമുക്ക് ഈ ഒരു ടർഫിൽ നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഓ, റാവുമോൻ അവിടെ വണ്ടി ഇറങ്ങി അവിടെ ഇതായിട്ടുണ്ട്. റാവുമോൻ അവിടെ ബൈഫൂട്ട് ബാക്കിലോട്ട് ഓടി പോകുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ റാവുമോന്റെ ആർമർ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്.
ഈ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് നല്ല സ്പ്രേ വരുന്നുണ്ട്. അതേപോലെ തിരിച്ചും അവർ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ അപ്പേലെ പാറ്റോ ഈ ഒരു ബിൽഡിംഗ് തന്നെ ഹോൾഡ് ചെയ്ത് കളിക്കുന്നു. TJയുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് റിമൈനിങ് 1 2 3 4 5 6 1 7 ഊക്കറിനെ കൂട്ടി 7 പേര് എലൈവ് ഉണ്ട്. KVയുടെ 10 പ്ലേയേഴ്സും എലൈവാണ്. സോണ് ഓൾറെഡി ഷിഫ്റ്റ് ആയിട്ടുണ്ട്. സോ കക്കാഷി ആൻഡ് അൾട്രോൺ ഈ ഒരു ഏരിയ വന്നിട്ടുണ്ട്. അൾട്രോൺ അവിടെ ഇറങ്ങിയിരിക്കുകയാണ്. അതേപോലെ കക്കാഷി അവിടെ ഇറങ്ങിയിരിക്കുകയാണ്. അവർ ഇവിടുന്ന് കയറി ഒരു അഗ്രഷൻ കാണിക്കാനാണോ? അൾട്രോൺ അതിൻ്റെ മുകളിൽ കയറി. ഓക്കെ, റോബ് ലൂച്ചി അവിടെ സ്പോട്ട് ചെയ്ത് അൾട്രോൺ അവിടെ റോബ് ലൂച്ചിയുടെ പിക്ക് കൺഫേം ചെയ്തിരിക്കുകയാണ്. വീണ്ടും ഒരു കിടലൊരു അഗ്രഷൻ. കക്കാശി കൂടെ കയറി അവിടെ നിന്ന് നല്ലൊരു സ്പ്രേ കൊടുക്കുന്നുണ്ട്. ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് അവരെ ഇറക്കിയിരിക്കുകയാണെന്ന് തോന്നുന്നു. കക്കാശി അവിടെ തറയിലോട്ട് വീണിട്ടുണ്ട്. ഹിറ്റ്മാൻ ഈ ഒരു ഏരിയ കവർ ചെയ്യുന്നുണ്ട്. വീണ്ടും ഒരു അഗ്രഷൻ ഫ്രം KVA. വിസാമിനെ അവർ നോട്ട് ചെയ്തിട്ടുണ്ട്. വാസ്കോ അവിടെ അവരെ ഡിസ്ട്രാക്ട് ഉണ്ട്. വിസാമിന്റെ പൊസിഷൻ ഓൾറെഡി റിവീലാണ്. നല്ലൊരു ടാഗ് വരാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ് വിസാമിന്. കക്കാശി ഇവിടെ വിസാം ലോ കാർലോ വിസാമിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് അങ്ങോട്ട് കയറുന്നത് വലിയൊരു മടത്തരമാണെന്ന് തോന്നുന്നു. ഇവരാരും സ്പോട്ട് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. വിസാമിനെ അടിക്കാനുള്ള ആംഗിളും അവർക്ക് ഇല്ലാന്ന് തോന്നുന്നു. വിസാം കൂടെ അവർക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഹീലിംഗ് വിസാമിന് ഹീൽ ചെയ്തിട്ടില്ല. എഹിയ അവിടുന്ന് കയറാനുള്ളൊരു വഴി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. മാലിക് ആൻഡ് കൊച്ചുകുഞ്ഞ്, ജോസൂട്ടി ആൻഡ് വാസ്കോ ഈ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. ഊക്കറിന്റെ പൊസിഷൻ ഇപ്പോഴും നമുക്ക് അൺനോൺ ആണെന്ന് തോന്നുന്നു. ഊക്കർ കാണാനില്ല. ലെഗസി ഇവിടെ അപ്പേലപ്പാട്ടോ, ലെഗസി ആൻഡ് വാസ്കോ ഈ ഒരു ഏരിയയിലിട്ട് ബൈഫൂട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ നിന്ന് നല്ലൊരു കവർ ഫയർ ആണ് കൊടുക്കുന്നത്. അൾട്രോൺ അവിടെ ചാടി ഇറങ്ങി വന്നിരിക്കുകയാണ് ഗൺ എടുത്തോണ്ട്. ഓക്കെ, അൾട്രോണിന്റെ ഹാർമറും ഹെൽത്തും ഒരേ സെക്കൻഡിലാണ് നഷ്ടം. ലെഗസി അവിടെ കൊച്ചു കൊച്ചിനെ പിക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. ലെഗസി അപ്പേലപ്പാറ്റ വീണ്ടും മുകളിൽ കയറി. കൊച്ചു ഡൗൺ. എടാ, എല്ലാവരുടെ സൈഡിൽ നിന്ന് അവർ വളർന്നിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോസൂട്ടി വേഴ്സസ് വാസ്കോ. അൾട്രോൺ അവിടെ TJ ഊക്കറിനെ പിക്ക് ഓഫ് ചെയ്തു. ജോസൂട്ടിനെ അവിടെ അപ്പേലപ്പാട്ട പിക്ക് ചെയ്തു. അൾട്രോൺ വീണ്ടും ഒരു പിക്ക് കൂടെ എടുത്തിരിക്കുകയാണ്. വിസാമിനെ അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കക്കാശി വിസാമിനെ കണ്ടിട്ടുണ്ട്. കക്കാശി ആ ഫൈനൽ പിക്ക് എടുക്കുമ്പോൾ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എല്ലാരും വിസാം സോൺ ഒക്കെ നോക്കി കളിക്കുക. എഡ്ജി പോയൊക്കെ ചത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പേലപ്പാറ്റോ മുകളിൽ കയറി വിസാമിനെ സ്പോട്ട് ചെയ്തു. അപ്പേലപ്പാറ്റ ഒരു കില്ല് ഇപ്പൊ കൺഫേം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എടാ, ഈ അടി വരുമ്പോൾ റീലോഡ് സ്കിൻ ബഗ് ഭയങ്കരമാട്ടോ. അത് നമുക്ക് ഫിക്സ് ചെയ്യണം. ഡൗൺ. അപ്പേലപ്പാറ്റോ വിസാമിനെയും പിക്ക് ഓഫ് ചെയ്തിരിക്കണം. റാവൊക്കെ ആദ്യമേ ചത്ത്. അങ്ങനെ TJ ഓൾ ഡൗൺ ആയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ KVA ഈ ടർഫ് ഡിഫെൻഡ് ചെയ്തിരിക്കുന്നു. അതും വെറുതെ ചെറിയ ഡിഫൻസ് ആയിട്ടൊന്നും തോന്നുന്ന പോലും ഇല്ല നമുക്ക്. നല്ല കിടിലൻ ഒരു അഗ്രസീവ് ഡിഫൻസ് ആണ് നമ്മളവിടെ കണ്ടത്. അപ്പേലപ്പാറ്റോ ന്യൂ റിക്രൂട്ട് അല്ല, റിവെഞ്ച് ആണ് അപ്പേലപ്പാറ്റോ. നല്ലൊരു കിടിലൻ ഒരു ഡിഫൻസ് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പേലപ്പാറ്റോ ന്യൂ റിക്രൂട്ട് അല്ല, റിവെഞ്ച് ആണ് അപ്പേലപ്പാറ്റോ. നല്ലൊരു കിടിലൻ ഒരു ഡിഫൻസ് നമുക്ക് കാണാൻ സാധിച്ചു. KVയുടെ സൈഡിൽ നിന്ന് ഒരുപാട് നാൾക്ക് ശേഷമാണ് നല്ല ഒരു ഇൻട്രസ്റ്റിംഗ്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നമ്മളെ പിടിച്ചിരുത്തുന്ന, അതായത് ഓരോ മിനിറ്റും പിടിച്ചിരുത്തുന്ന ടർഫ് നമുക്ക് കാണാൻ സാധിച്ചത്. നല്ല കിടിലമായിട്ടുണ്ട്.